ഹായ്. CUET-യുടെ റിസൾട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് ഡീറ്റെയിൽസിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ശരിക്കും ഐക്കർ എന്ന് പറയുന്നത്. കാരണം ഐക്കർ CUET-കൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം 2 വർഷം, സെക്കൻഡ് ഇയർ ആണ്. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാം. ഡോക്യുമെന്റ്സിന് ശേഷം കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ CUET റിസൾട്ട് അനൗൺസ്മെന്റിന് ശേഷം കൗൺസിലിംഗ് സ്കെഡ്യൂൾ സാധാരണ ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു ജൂലൈ സെക്കൻഡ് വീക്ക് സമയത്തേക്കായിരുന്നു ശരിക്കും കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ആ ഒരു ബാക്കി വരുന്ന ഒരു മാസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് മോപ്പ് ഔട്ട് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പല ഓപ്ഷൻസ് ആയിട്ടാണ് പോയത്. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ പ്രകാരം നിങ്ങൾ ickeradmission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് അവർ ഈ കാണുന്ന പോലെ ഒരു ബ്രോഷർ ശരിക്കും എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു ബ്രോഷർ അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ബ്രോഷറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിക്കും നമ്മുടെ ഫാക്ടറികളൊക്കെ വരുന്നത്. അപ്പൊ ഇത് 2023 സ്കെഡ്യൂളാണ്. ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഈ വർഷം എന്തായാലും വരില്ല. പക്ഷെ എന്നാൽ പോലും എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നത് നമുക്ക് അത് വെച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴേ പ്രൊക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് പ്രൊസീജിയറുകൾ കുറച്ചും കൂടെ എന്താവും, ഈസി ആവും. അതിനു മുമ്പായിട്ട് എന്താണ് ഈ കൗൺസിലിംഗ് പ്രൊസീജിയർ എന്നുള്ളത്? കൗൺസിലിംഗ് ഇസ് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം, നിങ്ങൾക്ക് സ്കോർ കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങളൊരു കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ശരിക്കും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ വഴിയാണ് ശരിക്കും ickeradmission.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഈ വെബ്സൈറ്റ് വഴിയാണ് ശരിക്കും ഇവിടെ അനൗൺസ്മെന്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അനൗൺസ്മെന്റിൽ ഇങ്ങനത്തെ അവരുടെ കാര്യങ്ങളെല്ലാം സ്കെഡ്യൂൾ ഫോർ ഇത് വരും, അതുപോലെ ആപ്ലിക്കൻ ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ വരും. അപ്ലൈ ഫോർ കൗൺസിലിംഗ് അക്കാഡമിക് സെഷൻ ഇത് മാറും, 24-25 എന്നാകും. അങ്ങനെ അപ്ഡേറ്റ്സ് വരും. നിലവിൽ ഇപ്പോൾ ഐക്കറിന്റെ കേസുകൾ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഉള്ളത് CUET-ന്റെ ബേസിൽ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ഈ വർഷം CUET രജിസ്ട്രേഷന്റെ സമയത്ത് ഐക്കറിന്റെ വിൻഡോ വരാൻ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പല മാസങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനി ഒരു ഐക്കറിന് എക്സ്ട്രാ ഒരു ഓപ്ഷൻ ഫെസിലിറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം CUET ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. NTA ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. സോ നിലവിൽ ഐക്കർ സെലക്ട് ചെയ്തവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ് ശരിക്കും ഇവിടെ നമ്മൾ നോക്കുന്നത്. പ്രൊസീജിയേഴ്സ് മാത്രമല്ല, ശരിക്കും എന്തൊക്കെ കോളേജുകളാണ്, എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ശരിക്കും ഈ വീഡിയോ. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്ത്യയിൽ ഉടനീളം ഉള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സുകളുടെ 20% സീറ്റുകളാണ് ശരിക്കും ഐക്കർ എക്സാം വഴി CUET UG എക്സാമിന് അണ്ടറിൽ എന്ത് ചെയ്യുക. ഐക്കർ എന്ന് പറഞ്ഞാൽ CUET എക്സാം ആണ്. CUET എക്സാമിന് അണ്ടറിൽ ഈ 20% സീറ്റുകളാണ് ശരിക്കും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതിപ്പോ നമുക്ക് നീറ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ഒപ്പാടെയുള്ള മെഡിക്കൽ കോളേജസിലെ 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് ശരിക്കും നീറ്റിന്റെ ഓൾ ഇന്ത്യ കോട്ട വരിക. പിന്നെ നീറ്റിന്റെ സ്കോർ ഉപയോഗിച്ച് സ്റ്റേറ്റ് കോട്ടയ്ക്കാണ് ഇമ്പോർട്ടൻസ് വരിക. അതുപോലെ ഐക്കറിന്റെ കേസ് ആണെങ്കിൽ 20% ഓഫ് ദ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളാണ് ശരിക്കും ഫില്ല് ചെയ്ത് പോവുക. അതിൽ 100% സീറ്റ്സ് ഐക്കർ NDRI കർണലിലും IARI ന്യൂഡൽഹി, വിച്ച് ഇസ് വൺ ഓഫ് ദ ഫേമസ് ഓർഗനൈസേഷൻസ്, RLBCAU, ജാൻസി, ഡോക്ടർ RPCAU, പൂസ. അപ്പൊ ഇത്രയും കോളേജുകളിൽ 100% സീറ്റുകളും ബാക്കി എല്ലാ സ്ഥലത്തെയും 20% സീറ്റുകളുമാണ് ശരിക്കും ഇതോടെ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇത് ഓപ്പൺ ആയിട്ട് ക്യൂവേറ്റിന്റെ അണ്ടറിൽ തന്നെയാണ് ശരിക്കും നടത്തുക. കഴിഞ്ഞ വർഷത്തെ ഒരു കൗൺസിലിംഗ് സ്കെഡ്യൂളിന്റെ ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശരിക്കും NTA കഴിഞ്ഞ കൊല്ലം ഒരു 15 ജൂലൈ സമയത്തായിരുന്നു ശരിക്കും റിസൾട്ട് അനൗൺസ് ചെയ്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചോയ്സ് ഫില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഐക്കറിന്റെ റാങ്ക് കാർഡും കൗൺസിലിംഗ് സ്കെഡ്യൂളും വരാനും അതുപോലെ തന്നെ അത് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒക്ടോബർ ആയിരുന്നു. 10/10/2023 സോ വി ഹാവ് ടൈം. എന്നാൽ പോലും നേരത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെക്യൂർ ചെയ്ത് വെക്കുക. ഈ വർഷം ചിലപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് ആണ്. നമ്മൾ വെക്കുന്ന കോളേജുകളുടെ ചോയ്സ് പ്രിഫറൻസുകൾ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ, ഏത് കോഴ്സിനാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അതിനെക്കുറിച്ചാണ് ശരിക്കും ചോയ്സ് ഫില്ലിംഗിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊസീജിയറുകളുണ്ട്. അതിനുശേഷമാണ് അവർ പറയുക നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന കോളേജിൽ വന്നിട്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുവരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപ്ലോഡിങ്ങും ചെയ്യേണ്ടതെല്ലാം. അതിനുശേഷം നിങ്ങൾ ഫിസിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിലേക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യലാണ് ശരിക്കും പറയുക. അപ്പൊ ഇതെല്ലാം അതിന്റെ കൗൺസിലിംഗ് സ്കെഡ്യൂൾ ആണ്. നമുക്ക് ഈ വർഷത്തെ കൗൺസിലിംഗ് സ്കെഡ്യൂൾ റിലീസിന് ശേഷം ഈ വർഷം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് ഐക്കറിന്റെ കൗൺസിലിംഗിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലാണ് ഈ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും ഇവിടുത്തെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
അതായത് നമ്മൾ കൗൺസിലിംഗിന്റെ സമയത്ത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം ഇതിന് മാറ്റം വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്താലേ ഉള്ളൂ. അത് എന്തായാലും അവിടെ നിൽക്കട്ടെ, എന്നാലും നമുക്ക് അതിനുള്ള സമയം തരും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ കയ്യിലുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പ് വരുത്തി വെക്കുക. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷമേ കിട്ടത്തുള്ളൂ. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇത് നിങ്ങളിൽ ഉള്ളതാണ്. ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എന്ന് വെച്ചാൽ ക്ലാസ് 10ന്റെ സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും അവർ ചോദിക്കുന്നത്. അത് അപ്ലോഡും ചെയ്യണം. നിങ്ങൾ അവിടെ ചെല്ലുമ്പം അത് ഫിസിക്കലി നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുകയും വേണം, അവിടെ കൊണ്ട് കാണിക്കുകയും വേണം. അതാണ് ഒരു കാര്യം. പിന്നെ മാർക്ക് ഷീറ്റ്, ഗ്രേഡ് റിപ്പോർട്ട്സ് ഓഫ് ക്ലാസ് 10ഉം 12ഉം, അതായത് 12ാം ക്ലാസ്സിലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റും വേണം. 10 നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കലി കൊണ്ടുപോകും വേണം. അപ്പൊ 10ഉം 12ഉം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കോളേജിലും കൊണ്ടുപോകണം, അപ്ലോഡും ചെയ്യണം. പിന്നെ TC, നിങ്ങളുടെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡും ചെയ്യണം, കൊണ്ടുപോകും വേണം. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ടു ദ കാൻഡിഡേറ്റ് ബൈ NTA. അപ്പൊ NTA അഡ്മിറ്റ് ചെയ്ത അഡ്മിറ്റ് കാർഡ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അതും അവർ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ജനറേറ്റ് കൺഫർമേഷൻ പേജ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ടു NTA. നമ്മൾ കൺഫർമേഷൻ പേജ് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ CUETന്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് എന്ന് പറഞ്ഞൊരു വസ്തുത ഉണ്ടായിരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, നിങ്ങൾ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കയ്യിൽ ഉണ്ടായാൽ മതി. റാങ്ക് കാർഡ് വരും, അത് ഐക്കറിന്റെ ലിസ്റ്റിലാണ്. അത് ആദ്യമേ അവരതാ ചെയ്യുക. നിങ്ങളുടെ CUET നിങ്ങൾ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിൽ ഐക്കറിന്റെ റാങ്ക് ലിസ്റ്റ് അവർ എന്ത് ചെയ്യും, പുറത്തു വിടും. അതാണ് നിങ്ങൾ, അത് വന്നിട്ടില്ല, അത് ആവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, ഫിസിക്കലി അവിടെ കൊണ്ടുപോകുമ്പോൾ ചെന്നാൽ മതി. അതുപോലെ അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടാവും, ഇതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, അതൊന്നും ആയിട്ടില്ല. പ്രൊവിഷണൽ അഡ്മിഷൻ ഇഷ്യൂ ലെറ്റർ അഡ്മിറ്റിംഗ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ആവുന്നതേ ഉള്ളൂ, അതൊക്കെ അവർ ആ സമയത്തേക്ക് തരും. ഇത് നോക്കിയേ, പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡ് ഓൺലൈൻ ടൈം ആപ്ലിക്കേഷൻ വേണ്ടി നിങ്ങൾ CUETന്റെ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടോസ്, അതൊരു 6-7 കോപ്പി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതും അപ്ലോഡ് ചെയ്യേണ്ട, നിങ്ങൾ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത്. ഇതൊക്കെ സമയമുണ്ട്, പക്ഷെ എന്തൊക്കെ വേണം എന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരികയാണ്. ആധാർ കാർഡ് വേണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം സ്കൂള് അത് വേണം. അത് അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെയാണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണം. പിന്നെ PWBD ബെഞ്ച് ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് കോമൺലി ഉള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്യാനുള്ളവർ, ഇപ്പൊ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അത് തന്നെ ഒന്ന് സെറ്റാക്കിയൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് പ്രോസസ് നമ്മൾ പറഞ്ഞു, ആദ്യമേ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. രണ്ടാമത് ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിങ്ങിന് ശേഷം അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിന്റെ വേരിഫിക്കേഷൻ ഉണ്ടാകും. അതിനുശേഷം സീറ്റ് അക്സെപ്റ്റൻസ്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്റർ വന്നു കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് നമുക്ക് ആദ്യമേ അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കണം. അത് അവർ പറയും, അത് കൗൺസിലിംഗ് സമയത്തായിരിക്കും അത് പറയും. പിന്നെ അത് കഴിഞ്ഞ് അവർ അഡ്മിഷൻ ലെറ്റർ നമുക്ക് അയച്ചു തരും, അതും നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോയ്സ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് അടുത്തൊരു ഓപ്ഷൻസ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഒരു ഫില്ലിങ്ങിൽ അവർ പറയുക. നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, നമ്മളിപ്പോ പറഞ്ഞു അഗ്രികൾച്ചർ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് കോഴ്സുകളാണ്. ഇപ്പൊ ഡയറി കോഴ്സുകൾ, ഫുഡ് ടെക്നോളജി എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോളേജസും അവർ ഓഫർ ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണവുമാണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇവിടെ നമുക്ക് ഐക്കർ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച്, അവിടെയൊക്കെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിടെക് ഉണ്ട്. അപ്പം ഐക്കർ കൊടുത്തവർക്ക് നമ്മുടെ ഈ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും വെറൈറ്റി ഓഫ് കോളേജസിൽ ടോട്ടൽ സീറ്റുകളാണ് നമ്മൾ പറഞ്ഞില്ലേ, 20% എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിലുള്ള ടോട്ടൽ സീറ്റുകളുടെ എണ്ണമാണ് ശരിക്കും ഈ കാണുന്നത്. മൊത്തം 20%, അത്രയും ഓഫർ ചെയ്യുന്ന സീറ്റുകളാണ് ശരിക്കും നമ്മളിവിടെ കാണുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തില് നീറ്റ് സ്കോർ വഴി അഡ്മിറ്റ് ചെയ്യുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഇത്ര സീറ്റുകളുടെ 20% ഐക്കർ വഴിയാണ് നടത്തുന്നത്. സോ ഐക്കർ വഴി നിങ്ങൾക്ക് കേരളത്തിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും തൃശ്ശൂര്. അപ്പൊ അതിനുണ്ട് ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര തൃശ്ശൂരിലുണ്ട്. പക്ഷെ മൊത്തം സീറ്റുകൾ അവർ ഓഫർ ചെയ്യുന്നത്, മൊത്തം സീറ്റുകളിൽ 7 സീറ്റുകൾ മാത്രമേ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് അവർ ഐക്കർ വഴി എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. ബാക്കി അതുപോലെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് ചൂസ് ചെയ്യാം. അതുപോലെ ബിടെക് ബയോടെക്നോളജി ഉണ്ട്. അതും വെറൈറ്റി ഓഫ് ബയോടെക്നോളജി ഇസ് എ ഗുഡ് കോഴ്സ്. അതും വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐക്കർ UET വഴി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതാണ് അത്രയും യൂണിവേഴ്സിറ്റികൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ 13 സീറ്റുകളുണ്ട്. ഐക്കർ ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസത് നഗർ ബറേലിയില്
IARI ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവിടെയും ഇത്രയും സീറ്റുകളുണ്ട്. പിന്നെ ഡയറി ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് പൂക്കോട് വയനാട് 9 സീറ്റുകളാണുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഐക്കർ CUET വഴി, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും CUET പഠിച്ചാൽ കേരളത്തിന് പുറത്ത് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. നല്ല, കേരളത്തിലും ശരിക്കും അഡ്മിഷൻ എടുക്കുന്നുണ്ട് ശരിക്കും CUET വഴി. പക്ഷെ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കുന്നുണ്ട് ആ ഒരു പോർട്ടൽ നോക്കുമ്പോൾ, അതേ ഉള്ള വ്യത്യാസം. പിന്നെ ഫുഡ് ടെക്നോളജി നോക്കുക, അവിടെയും ഉണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KU വെള്ളാനിക്കര തൃശ്ശൂരിൽ 5 സീറ്റുകളെ ഉള്ളൂ CUET വഴി കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അവിടെ ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇങ്ങനെ കുറെ ഉണ്ട്. ഞാൻ മറ്റേത് ടിക്ക് ചെയ്യാത്തത് കുറച്ചുകൂടെ ദൂരെ ആയതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും അവിടുത്തെ മാക്സിമം അലൂമിനി ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നാച്ചുറൽ ഫാമിംഗ് കോഴ്സ് ഉണ്ട്. പിന്നെ കുറെ പേര് നോക്കുന്ന ഒരു കോഴ്സാണ് ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ. സോ അവിടെ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അവിടെ തന്നെ ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ നമ്മുടെ ഐക്കറിന്റെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐക്കറിന്റെ കോളേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോളേജസും അവരുടെ സീറ്റുകളുമാണ് നിങ്ങൾ കാണുന്നത്. ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസുകൾ നിൽക്കുക, അതിന്റെ ഇത് കാണാൻ പറ്റും. അതും CUET വഴിയാണ്. ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് BHU വാരാണസിയിലും ഐക്കറിന്റെ ഉണ്ട് 31. പിന്നെ CUET വഴി അല്ലാതെ BSc അഗ്രികൾച്ചർ അതും ചൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വെബ്സൈറ്റ് വഴി. പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 54 ടോട്ടൽ സീറ്റുകളാണ് ശരിക്കും എവിടെ ഓഫർ ചെയ്തിട്ടുള്ളത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും BSc അഗ്രികൾച്ചറിന് ഐക്കർ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിലാണെങ്കിൽ നീറ്റ് സ്കോർ വഴിയും കയറാൻ പറ്റും. ക്യുവറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഗ്രികൾച്ചറിനെ കയറാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARIയുടെ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതും ശരിക്കും അഗ്രികൾച്ചർ ഹോണേഴ്സ് ഡിഗ്രിയിലാണ്. പിന്നെ കമ്മ്യൂണിറ്റി സയൻസ് ഉണ്ട് കോഴ്സ്, അതുപോലെ ഫുഡ് ന്യൂട്രീഷൻ ഡയറ്റിക്സ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്. ഫോറസ്ട്രി ഇതേപോലെ ഷിമോഗയിലേക്കുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ഫോറസ്ട്രി കൊടുക്കുന്നുണ്ട്. ഫോറസ്ട്രി കേരളത്തിലുമുണ്ട്, ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KU വെള്ളാനിക്കര തൃശ്ശൂരിൽ 5 സീറ്റുകളാണ് പക്ഷെ ഫോറസ്ട്രിക്ക് ഉള്ളത്, ബാക്കിയെല്ലാം നീറ്റ് വഴിയാണ്. പിന്നെ ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ഓപ്ഷണലായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സെറികൾച്ചർ, ബാച്ചിലർ ഓഫ് ഫിഷറീസ് ആൻഡ് സയൻസ്, ഫിഷറീസ് ഓഫ് സയൻസിലും ഉണ്ട് ശരിക്കും. ഇവിടെ നോക്കാം, നീറ്റ് വഴി നടത്തുന്ന അഡ്മിഷനിൽ ഇവിടെ നമുക്ക് കേരള ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് കേരള ഓഷൻ സ്റ്റഡീസ് പനങ്ങാട് കൊച്ചിയിലുള്ള അവിടെയും നിങ്ങൾക്ക് 16 സീറ്റുകൾ എവിടെ അവൈലബിൾ ആണ്, കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ശരിക്കും നിങ്ങൾക്കുണ്ട് ഐക്കർ കൊടുക്കുമ്പോഴുള്ള. അപ്പൊ ഇത്രയും വെറൈറ്റി ഓഫ് കോഴ്സുകളിലായി മൊത്തം 5095 സീറ്റുകൾ ഉള്ളത്. ചെറിയ വേരിയേഷൻസ് ഓരോ വർഷങ്ങളിൽ വന്നാൽ പോലും ഇത്രയും സീറ്റുകളിലേക്കാണ് ശരിക്കും CUET അഡ്മിഷൻ നടത്തുക. അത് ഓരോ കാറ്റഗറിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓപ്പൺ കാറ്റഗറി, ഓരോ കാറ്റഗറി വൈസ് റാങ്കിങ്ങിൽ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സ്കെഡ്യൂളുകൾ ഇനിയൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ കോഴ്സുകളെ കുറിച്ച് ഈ ഒരു സമയം നല്ലൊരു ഗ്യാപ്പുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കോഴ്സുകളെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കുക, എവിടെ പഠിക്കുന്നതാണ് നല്ലതെന്ന് ആലോചിക്കുക, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആലോചിക്കുക, ഐക്കറിന് അഡ്മിഷൻസ് കൊടുക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി കൂടുതൽ ഫോളോ അപ്പിന് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതിയാവും. ickeradmission.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ക്യൂറ്റിന്റെ ഇത് വന്നതിന് ശേഷം ചെയ്യുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാറായിട്ടില്ല ഐക്കറിന്റെ കേസിൽ. ഇപ്പം നിലവിലൊന്നും നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമേ, കൗൺസിലിംഗ് സ്കെഡ്യൂൾ ഓപ്പൺ ആയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. കുറച്ച് സമയം ഐക്കറിന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.